2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് എലേന റബാക്കിന. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സുനേത്ര പവാർ. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം കടലാക്രമണം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് എലേന റബാക്കിന. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സുനേത്ര പവാർ. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം കടലാക്രമണം. ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടം തുടർച്ചയായി രണ്ടാം തവണയും നേടി ചരിത്രം കുറിച്ച സഖ്യം ഒലിവിയ ഗഡാക്കി ആൻഡ് ജോൺ പിയേഴ്സ്. ഇവര് ഓസ്ട്രേലിയക്കാരനാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടം തുടർച്ചയായി രണ്ടാം തവണയും നേടി ചരിത്രം കുറിച്ച സഖ്യം ഒലിവിയ ഗഡാക്കി, ജോൺ പിയേഴ്സ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നാടൻ കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനുള്ള വനം വകുപ്പിന്റെ നടപടി മിഷൻ ബോണറ്റ് മക്കാക്കയാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നാടൻ കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനുള്ള വനം വകുപ്പിന്റെ നടപടിയാണ് മിഷൻ ബോണറ്റ് മക്കാക്ക. ഇന്ത്യയിൽ പുതുതായി റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയവ: പാട്ന പക്ഷിസങ്കേതം ഉത്തർപ്രദേശ്, ചരി ദണ്ഡ് ഗുജറാത്ത്. ഇന്ത്യയിൽ പുതുതായി റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയവ: പാട്ന പക്ഷിസങ്കേതം ഉത്തർപ്രദേശ്, ചരി ദണ്ഡ് ഗുജറാത്ത്. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9ാം തവണയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ കേന്ദ്ര ധനമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9ാം തവണയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2026 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളും പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയുമായ വ്യക്തി വെള്ളത്തൂവൽ സ്റ്റീഫൻ. 2026 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളും പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയുമായ വ്യക്തി വെള്ളത്തൂവൽ സ്റ്റീഫൻ. ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിലും ബ്ലോക്കുകളിലും അടിസ്ഥാന സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിൻ സമ്പൂർണത അഭിയാൻ 2.0. ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിലും ബ്ലോക്കുകളിലും അടിസ്ഥാന സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിൻ സമ്പൂർണത അഭിയാൻ 2.0. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9ാം തവണയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9ാം തവണയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഏതൊരു ഗാനവും കേൾക്കുന്ന നിമിഷം തന്നെ അതിലെ സപ്തസ്വരങ്ങൾ തിരിച്ചറിഞ്ഞു പാടാൻ കഴിവുള്ള മലയാളി ഗായിക മാളവിക അനിൽകുമാർ. ഏതൊരു ഗാനവും കേൾക്കുന്ന നിമിഷം തന്നെ
അതിലെ സപ്തസ്വരങ്ങൾ തിരിച്ചറിഞ്ഞ് പാടാൻ കഴിവുള്ള ഏക മലയാളി ഗായിക മാളവിക അനിൽകുമാർ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന വർഷം 2047. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന വർഷം 2047. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത സൈക്കിളുകൾ വിതരണം ചെയ്തതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടം നേടിയത് ചിറ്റൂറാണ്. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത സൈക്കിളുകൾ വിതരണം ചെയ്തതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടം നേടിയത് ചിറ്റൂർ. ആർത്തവകാല ആരോഗ്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഭാഗമായി മൗലിക അവകാശമാണെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച കോടതി സുപ്രീം കോടതി. ആർത്തവകാല ആരോഗ്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഭാഗമായ മൗലിക അവകാശമാണെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച കോടതി സുപ്രീം കോടതി. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ പാഠഭാഗങ്ങൾ പുനഃക്രമീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ പാഠഭാഗങ്ങൾ പുനഃക്രമീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട്. ഗ്രാമീണ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഗ്രാമങ്ങൾക്ക് നഗരതുല്യമായ സൗകര്യങ്ങൾ നൽകുന്നതിനായി മുഖ്യമന്ത്രി ഗ്രാമോത്തൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. ഗ്രാമീണ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഗ്രാമങ്ങൾക്ക് നഗരതുല്യമായ സൗകര്യങ്ങൾ നൽകുന്നതിനായി മുഖ്യമന്ത്രി ഗ്രാമോത്തൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലാറ്റ് റോൾഡ് അലുമിനിയം പ്രോഡക്ട്സ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലാറ്റ് റോൾഡ് അലുമിനിയം പ്രോഡക്ട്സ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. അയോധ്യയിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് നിർമ്മിക്കുന്ന ഗായത്രി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഷൊർണൂർ ഗായത്രി മഹാക്ഷേത്രം. അയോധ്യയിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് നിർമ്മിക്കുന്ന ഗായത്രി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഷൊർണൂർ ഗായത്രി മഹാക്ഷേത്രം. ഗ്രാമീണ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഗ്രാമങ്ങൾക്ക് നഗരതുല്യമായ സൗകര്യം നൽകുന്നതിനായി മുഖ്യമന്ത്രി ഗ്രാമോത്തൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. ഗ്രാമീണ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഗ്രാമങ്ങൾക്ക് നഗരതുല്യമായ സൗകര്യം നിലനിർത്തുന്നതിനായി മുഖ്യമന്ത്രി ഗ്രാമോത്തൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലാറ്റ് റോൾഡ് അലുമിനിയം പ്രോഡക്റ്റ് യൂണിറ്റ് ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലാറ്റ് റോൾഡ് അലുമിനിയം പ്രോഡക്ട്സ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. ജൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ശൃംഖല മീറ്റ് പോയിന്റ്. ജൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ശൃംഖല മീറ്റ് പോയിന്റ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരോസ് ആണ്. ഇദ്ദേഹം സ്പെയിൻകാരനാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരോസ് സ്പെയിൻകാരനാണ്.